ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഇന്ന് നല്ല വെള്ള ചെറുനാരങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറേ നാൾ കേടുകൂടാകാതെ ഇരിക്കും. മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള വെള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ നല്ല കൊതിയൂറും നല്ല പുളിയുള്ള അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 1 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ ഒരു 8 പീസായിട്ട് മുറിക്കുക. ആദ്യമേ നമുക്ക് ഇതേപോലെ നടുവേ മുറിച്ചിട്ട് കിട്ടുന്ന നടുവേ മുറിച്ച മുറി നമുക്ക് 4 പീസായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു നാരങ്ങ നമുക്ക് 8 ചെറിയ പീസാക്കിയാൽ നല്ലതായിരിക്കും. ഇത് അത്യാവശ്യം വലിയ നാരങ്ങയും കൂടാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ ഇതേപോലെ അച്ചാറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും മഞ്ഞ കളറുള്ള നാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. പച്ച കളർ ഉണ്ടെങ്കിൽ അതിന് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കാണുമ്പോൾ കൂടുതലാണെന്ന് തോന്നുമെങ്കിലും ഒട്ടും കൂടുതലില്ല കേട്ടോ. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ട് എല്ലായിടവും ആകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നാരങ്ങയിലെല്ലാം ഉപ്പ് പിടിച്ചിരിക്കും. നമുക്കിനി ഇത് 1 മണിക്കൂറത്തേക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്കൊരു വലിയ പാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള അച്ചാറൊക്കെ എടുക്കുമ്പോൾ ഇൻഡാലിയം, അലൂമിനിയം ഒന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അച്ചാറിന് എപ്പോഴും കടുകൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നല്ലെണ്ണ ഇട്ട് കൊടുക്കുന്നത് അച്ചാറിനൊന്നുകൂടെ ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 25 അല്ലി ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ചെറിയുള്ളി ഉണ്ട്. ഇനി അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ വറ്റൽമുളക് ഒരു 4 എണ്ണം കൂടെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാനൊരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതും ഏറ്റവും ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ കാന്താരി എടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടിനകത്തും ഉപ്പിൻ്റെ അംശം വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ തീ ഏറ്റവും കുറച്ച് വയ്ക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1 മണിക്കൂറായിട്ട് ഉപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ കാലം കേടുകൂടാകാതെ ഇരിക്കും. നമ്മൾ സാധാരണ രീതിയിൽ കൂടുതലും ചുമപ്പ് മുളക് പൊടി ചേർത്തിട്ടുള്ള അച്ചാറാണ്. പക്ഷേ ഈ ഒരു അച്ചാർ ചെറുനാരങ്ങ അച്ചാർ ഇതുപോലെ വെള്ളക്കിട് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടിയൊക്കെ നമുക്ക് ചിലർക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു 1 ടീസ്പൂണോളം കായപ്പൊടി മതിയാവും. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കുക. നാരങ്ങയ്ക്ക് ഒന്ന് വേവാനായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മധുരം ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരിക്കലും ഇല്ല. പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് എടുക്കുമ്പോഴാണ് ഈ ഒരു നാരങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പും മധുരവും ഒക്കെ കൂടുതലായിട്ട് തോന്നുമെങ്കിലും ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അച്ചാറൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ഇതേപോലെ ഇളക്കി
ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു നല്ല കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വെക്കുന്നതാണ് നല്ലത്. മാത്രമല്ല ഇത് നമുക്കൊരു 2 കുപ്പിയിലായിട്ട് ഇട്ട് വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഒന്ന് തീർന്നു കഴിയുമ്പോൾ മറ്റേത് എടുത്താൽ മതിയല്ലോ. അതേപോലെ 5 മണിക്കൂറിന് ശേഷം, പക്ഷേ ഇതിപ്പോഴേ ഞാൻ ഉപയോഗിക്കില്ല, ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ആകുമ്പോഴാണ് ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് അലുത്ത് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.